ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ സമയമായിട്ട് നമ്മൾ അങ്ങനെ പൊതിച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായി. പിന്നെ അമ്മുണ്ണിക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറൊക്കെ. അപ്പോൾ നമ്മളിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്ക് സർപ്രൈസായിട്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. ഞങ്ങൾ ഈ ഗ്രൈൻഡറിലൊക്കെ അരക്കിന് കണ്ടിട്ട് എന്താണെന്നൊന്നും വിചാരിക്കണ്ട. ഇത് നമ്മൾ കേരള സ്റ്റൈൽ പൊതിച്ചോറൊന്നല്ല ഉണ്ടാക്കുന്നത്. മൊത്തം മാംഗ്ലൂർ ഡിഷസ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കറി ഉണ്ടാക്കുക. അത് നമുക്കിനി വരുന്ന വ്ളോഗിൽ എന്തായാലും നിങ്ങൾ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് തേങ്ങ അരച്ച അയലക്കറിയാണ് കേട്ടോ. ഇവിടെ അയലക്കൊക്കെ ബങ്കുടയെന്നാ പറയാം. അങ്ങനെ അയലക്കറി സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ എട്ടിക്കറിയാണ് കേട്ടോ വെക്കാൻ പോണത്. എട്ടിക്കറി മീൻസ് ഓൾറെഡി നമ്മൾ മീൻ കറി വെച്ചുവല്ലോ, അതുകൊണ്ട് ഇത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഈ വീഡിയോയിൽ ഞങ്ങൾ എല്ലാ ഡിഷസിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ട് എല്ലാത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കൂ. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് നേരം ഇരുന്ന് സെറ്റ് ആവുമ്പോൾ തിക്കായിക്കോളും. അപ്പോൾ എട്ടിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് മാംഗ്ലൂരിയൻസിൻ്റെ സ്വന്തം ഡിഷാണ് ചിക്കൻ സുക്ക. ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ അത്. ചേച്ചി നന്നായിട്ട് ഉണ്ടാക്കും. ഞാനും അമ്മുണ്ണിയൊക്കെ ആണെങ്കിൽ ചിക്കൻ സുക്ക ഉണ്ടാക്കിയ ദിവസം ഭയങ്കര ബോളിങ്ങാണ് ഇവിടെ. ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് അറിയണ രീതിക്ക് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ വീഡിയോസ് ആണെങ്കിലും ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞങ്ങൾക്ക് അങ്ങനെ നന്നായിട്ട് എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഞങ്ങൾ ഇനിയും ഇതിലും നന്നായിട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളും അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ മംഗലാപുരത്ത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോവും. ഞാൻ ശരിക്കും നാട്ടിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇവിടെ ചേച്ചി അമ്മുണ്ണിയും ഏട്ടനുമാണുള്ളത് കേട്ടോ. ഞാൻ ഇവിടേക്ക് വെക്കേഷൻ, എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വെക്കേഷന് വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. കുറേ നേരമായിട്ട് ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ സ്വത്ത് ചേച്ചിയാണ്. അമ്മുണ്ണി എപ്പോഴും വ്ളോഗിൽ പറയാറില്ലേ, അതാണ് ഞാൻ. അപ്പം ഇനി ഞാൻ നാട്ടിൽ പോയി കഴിയുമ്പോൾ ചേച്ചി അമ്മുണ്ണി ഇവിടുത്തെയും ഞാൻ നാട്ടിലെ വീഡിയോസും ആയിരിക്കും ഇടുക. പറഞ്ഞ് ഇതായിപ്പോൾ ചിക്കൻ സുക്കയൊക്കെ റെഡിയായി. ചീരപ്പേര് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല തേങ്ങാ ചമ്മന്തിയും ഓംലേറ്റും മീൻ ഫ്രൈയും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ കറിയും റെഡിയായിട്ട് നമ്മൾ ഇലയും വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിളമ്പണത് കാണാം. ചോറും കറിയും എല്ലാം നമ്മൾ വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ഹായ്, പൊതിച്ചോറ് കാണാൻ എന്ത് രസാ! കാണാൻ മാത്രല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ ചേച്ചി? അതെന്താന്ന് വെച്ചാൽ ഞങ്ങള് ഏകദേശം അത് പൊതിഞ്ഞിട്ട് ഒരു മണിക്കൂറിലും ജാസ്തി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.